കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. നമ്മുടെ ജയറാം മേട്ടൻ എന്തോ സംഭവമുണ്ട്, എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ജയറാം മേട്ടൻ, തമിഴേട്ടൻ. പുള്ളി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെലങ്കാനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പോകുന്നുണ്ട് പുള്ളി. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കളറാണ് പുള്ളി. കളർ ഇൻ ദ സെൻസ് അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നിൽക്കണ വളരെ വളരെ മെറ്റിക്കുലസ്ലി ഇംഗ്ലീഷ് സംസാരിക്കുന്ന, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഒരാള് ജയറാം മേട്ടൻ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നമ്മുടെ തമിഴേട്ടൻ. ഇപ്പൊ തമിഴേട്ടൻ പണ്ട് പറഞ്ഞത് 2020 ക്ലൈമാക്സ് എടുക്കണ അന്ന്, ജോഷി സാർ എടുക്കണ അന്ന് തമിഴേട്ടന് ശബരിമലയ്ക്ക് പോകണ്ടായിരുന്നു. അത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ശബരിമലയ്ക്ക് പോകാന്നുള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളി അന്ന് ഷൂട്ടിന് പങ്കെടുക്കാതെ അങ്ങ് പോയി. ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. പക്ക പ്രൊഫഷണൽസ്, 100% പ്രൊഫഷണൽ. വിനായകൻ പറഞ്ഞ പോലെ ഏത് പ്രൊഫഷണൽ എന്ന് പറഞ്ഞത് അതിന്റെ ഐറോണിക്കലി ഞാൻ പറഞ്ഞാണ്. പുള്ളി ശബരിമലയ്ക്ക് പോയി. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലേട്ടോ. മന്ദബുദ്ധിയല്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി ഇന്റർവ്യൂ കൊടുത്തപ്പോ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പുള്ളി മറ്റേ എന്താ ദീപാവലി ആഘോഷിക്കാൻ പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. അവിടുത്തെ ഇന്റർവ്യൂല് പുള്ളി ഇനി വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയെന്ന് പറഞ്ഞു കളയും. ജയറാം മേട്ടന്റെ ഒരു കഴിവാണത് സംസാരിക്കാനുള്ളത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.